മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ പതിയെ പതിയെ ഒഴിവാക്കുന്നവരെ സൂക്ഷിക്കണം. അവർ പുതിയതെന്തിനെയോ സ്വീകരിക്കാൻ തയ്യാറാവുകയാണ്. കാലം അങ്ങനെയാണ്. പഴയതിനെ മറന്ന് പുതിയതിനെ തേടിക്കൊണ്ടേയിരിക്കും. മനസ്സ് നേരെ തിരിച്ചും. കാലം മുന്നോട്ട് പോകും തോറും മനസ്സ് പുറകിലേക്ക് പോകാൻ കൊതിക്കും. കാലത്തിനുള്ളിൽ കെട്ടിയ കളിപ്പാവകളാണ് മനുഷ്യർ. ഭക്തരെ, വിലയറിയാതെ വലിച്ചെറിയുന്നതെന്തും വിലയറിയുമ്പോൾ വില കൊടുത്താലും വാങ്ങാൻ കഴിയാതെയാകും. പറയാൻ വെച്ചു താമസിക്കുന്ന സത്യം നുണയേക്കാൾ മാരകമാണ്. ജീവിതം 3 ദിവസമാണ്. ഇന്നലെ കഴിഞ്ഞുപോയി. നാളെ ഉറപ്പില്ല. ഇന്ന് മാത്രമാണ് നിങ്ങളുടേത്. ഭക്തരെ, ആത്മാർത്ഥതയില്ലാത്ത ഒന്നിൻ്റെയും പിന്നാലെ അലയരുത്. സത്യസന്ധമല്ലാത്ത ഒന്നിനെയും ചേർത്ത് പിടിക്കരുത്. വേദനിക്കപ്പെടും എന്നുറപ്പുള്ളതിൽ നിലയുറപ്പിക്കരുത്. ജീവിതം ഒന്നേയുള്ളൂ. അതിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്താതിരിക്കുക. ആരുടെയും സമാധാനം നഷ്ടപ്പെടുന്നതിന് നിങ്ങൾ ഒരു കാരണമാകാതെയുമിരിക്കുക. ഭക്തരെ, ഒരാൾ മറ്റൊരാളോട് എത്രമേൽ സ്വാതന്ത്ര്യമെടുക്കുന്നുവോ ആ വ്യക്തിക്ക് അവരുടെ ഹൃദയത്തിൽ അത്രമേൽ സ്ഥാനം നൽകുന്നത് കൊണ്ട് മാത്രമായിരിക്കുമത്. വെല്ലുവിളികൾക്ക് പരിധി നിശ്ചയിക്കരുത്. പരിധികളെ വെല്ലുവിളിക്കുകയാണ് വേണ്ടത്. ഭക്തരെ, ജീവിതം വളരെ എളുപ്പമായിരിക്കും പരീക്ഷിക്കുന്നവരെയല്ല മനസ്സിലാക്കുന്നവരെ കണ്ടെത്തുമ്പോൾ. ഒരാളെ കേൾക്കാൻ നിങ്ങൾ കാണിക്കുന്ന ക്ഷമയാണ് നിങ്ങളിൽ അവർക്കുള്ള മുൻഗണന. ഭക്തരെ, ചില കാര്യങ്ങൾ, ചില ആളുകൾ അത് നിങ്ങൾക്കുള്ളതല്ല. അതൊരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വളരെ വൈകിയായിരിക്കും. ഭക്തരെ, ഒരാൾക്കു മാത്രം ആഴത്തിലാകുമ്പോൾ സ്നേഹം വലിയൊരു മുറിവാണ്. കാൽ തെറ്റിയവനെ എന്നും വീഴ്ചയുടെ പേരിൽ അളക്കരുത്. തിരുത്തി മുന്നോട്ടു പോകുന്നവന് താങ്ങും തണലുമാകണം. അല്ലാതെ വീണ്ടും വീഴ്ചയിലേക്ക് തള്ളിവിടരുത്. ഭക്തരെ, സ്നേഹത്തിൻ്റെ വിലയറിയാൻ സ്നേഹം കിട്ടാത്തവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. സ്നേഹം നഷ്ടപ്പെട്ടവരോട് ചോദിക്കണം. ഇന്നലെ വരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോഴാണ് ഇന്നേ വരെ ഇല്ലാതിരുന്ന ഒരു നിങ്ങൾ നാളെ വരെ ഉണ്ടാകുന്നത്. ഭക്തരെ, ചില അവസ്ഥകളുണ്ട്. നിങ്ങൾക്ക് പോലും നിങ്ങളെ മനസ്സിലാവില്ല. മറ്റാർക്കും നിങ്ങളെ മനസ്സിലാക്കാനും കഴിയില്ല. ഒരു വിളക്ക് ഒരിക്കലും സംസാരിക്കില്ല. അതിൻ്റെ വെളിച്ചമാണ് അതിനെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഒന്നും പറയരുത്. നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് നിങ്ങളെ പരിചയപ്പെടുത്തും. ഭക്തരെ, ബുദ്ധിമാന്മാർ രഹസ്യമായി വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 1. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും സമ്പാദ്യവും മറ്റുള്ളവരിൽ നിന്ന് രഹസ്യമാക്കണം. 2. സ്വന്തം ബലഹീനതകളും കുറവുകളും ഒരിക്കലും ആരുമായും പങ്കുവയ്ക്കരുത്. 3. ഭാവി പദ്ധതികളും വലിയ ലക്ഷ്യങ്ങളും പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് രഹസ്യമാക്കുക. 4. കഴിഞ്ഞ കാല തെറ്റുകളും പരാജയങ്ങളും സ്വകാര്യമായി സൂക്ഷിക്കുക. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോവുക. നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളും നല്ല പ്രവർത്തികളും രഹസ്യമായി വയ്ക്കുക. ഭക്തരെ, ഉപേക്ഷിക്കാൻ മടിയില്ലാത്തവർക്ക് പുതിയത് വരവേൽക്കാനും ഒരു മടിയും കാണില്ല. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.